വി.ഡി. സതീശന്റെ UK യാത്രയിൽ ക്രമക്കേടെന്ന് വിജിലൻസ്. അനുമതി വാങ്ങിയത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര സ്ഥലങ്ങൾ കാണാനും. കേന്ദ്ര സർക്കാരിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസിലും അനുമതി ഈ ആവശ്യത്തിനാണ്. ഈ യാത്രാനുമതി ദുരുപയോഗം ചെയ്തുവെന്ന് വിജിലൻസ് കണ്ടെത്തൽ. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ഈ ക്രമപ്രശ്നം ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് CBI അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നൊരു ശുപാർശ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടുള്ള വിജിലൻസ് റിപ്പോർട്ടിലെ കൂടുതൽ ഭാഗങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിജിലൻസ് ഈ റിപ്പോർട്ടിൽ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് വി.ഡി. സതീശന്റെ UK യാത്രയ്ക്ക് പിന്നിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു, കൃത്യമായ ആസൂത്രണമുണ്ടായിരുന്നു, അതിനകത്ത് ഗൂഢാലോചനയുമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് തന്നെ പറയുന്നത് വിദേശത്ത് നിന്ന് ഫണ്ട് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമെന്ന മട്ടിലാണ് വിജിലൻസ് അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് CBI അന്വേഷണം വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായും അതിൻ്റെ തെളിവായിട്ട് വിജിലൻസ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് വി.ഡി. സതീശൻ UK പോകാൻ തീരുമാനിച്ചത് സ്വകാര്യ സന്ദർശനത്തിനാണ്. അതുമായി ബന്ധപ്പെട്ട് ചരിത്ര സ്മാരകങ്ങൾ, ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ലക്ഷ്യമുണ്ട് എന്നും വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് അനുമതി വാങ്ങിയത്. മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് രേഖകളിലും ഈ വി.ഡി. സതീശൻ പോകുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. നിയമസഭാ സെക്രട്ടറി നൽകിയ അനുമതിയിലും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സ്വകാര്യ ആവശ്യത്തിനുമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ വി.ഡി. സതീശൻ അവിടെ ചെന്ന ശേഷം ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് പണം സ്വരൂപിക്കാനുള്ള ആഹ്വാനങ്ങൾ നൽകുകയും ചെയ്തു. അപ്പോൾ അത് കൃത്യമായി FCRA ചട്ടലംഘനമാണ്, യാത്രയിലും ക്രമക്കേട് ഉണ്ടായി എന്നുള്ളതാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് തെളിവായിട്ട്, അതായത് പോയ കാര്യത്തിനല്ല അവിടെ നിറവേറ്റിയത് എന്ന് കാണിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ 500 പൗണ്ട് മലയാളികളോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ ഈ തെളിവായിട്ട് വിജിലൻസ് ഈ റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. അപ്പോൾ വി.ഡി. സതീശന്റെ യാത്രയിലും ക്രമക്കേടും ഗൂഢാലോചനയും കൃത്യമായ ആസൂത്രണവും അത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ചെയർമാൻ അമീർ അഹമ്മദുമായി ചേർന്ന് നടത്തി എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലൂടെ സമർത്ഥിക്കുന്നത്. മാധു, ശരി. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. യാത്രാനുമതിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ.